ഹലോ, അപ്പോൾ നമുക്ക് നല്ലൊരു പാലക് പറാത്ത ചെയ്താലോ? ഈ ഇങ്ങനത്തെ ലീഫി വെജിറ്റബിളൊന്നും തിന്നാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാനിതാ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കുറച്ചൊരൊന്ന് ഇതാക്കിയത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ അതേപോലെ നിൽക്കും. അപ്പോൾ ഞാനിതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് സാധനങ്ങളും കൂടെ കൂട്ടിയിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനത്തെ പാലക്കൊക്കെ, പക്ഷേ പാലക്ക് നല്ല കറി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. നല്ല ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചില കുട്ടികൾക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറാത്തയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താ ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറണം, എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഈ വെള്ളം കൂടെ യൂസ് ചെയ്ത് കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളീൻ്റെ അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോഴേക്കും ചപ്പാത്തി മാവ് ഗോതമ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം എടുത്തിട്ട് കുഴച്ച് വേണേൽ കുറച്ച് നേരം വെക്കാം കേട്ടോ. കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ പരത്തി ചുട്ടെടുക്കുക. അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് തടവി കൊടുക്കണം കേട്ടോ. ചുട്ടെടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. ലീഫി വെജിറ്റബിളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ കോമ്പിനേഷനായിട്ട് തൈരും അച്ചാറും മാത്രം മതി കേട്ടോ.